എന്താ അവിടെ കാട്ടു പുറത്തേക്ക് വരണ്ട എന്താ തുറക്കുന്നത് ഇപ്പൊ അവിടെ വന്നൊരു തുമ്മിയതൊക്കെ ലോകത്ത് ഒക്കെ പരക്കും. എന്താ തലക്ക് ഭ്രാന്തണ്ട ചെവിയില വന്ന് പറയണേ. പിന്നെ കണ്ണില് പറയാൻ പറ്റുമോ? നിങ്ങൾ എന്താ 24 മണിക്കൂർ അങ്ങോട്ട് നോക്കിയിരിക്കണ്? പിന്നെ നോക്കിക്കാണ്ട് ഈ ജാതി അസുഖമായിട്ടാണ് വന്നിരിക്കണത്. അവിടെ ഒന്ന് ആലോചിക്ക എന്ത് കാര്യം ഇപ്പൊ അവിടെ വന്ന് കുത്തിരിക്കണ്ടായി. ഇന്റെ വാപ്പ ആ വീടും ഈ വീടും തമ്മിൽ ഇത്ര ദൂരല്ലേ? ഏടി വെച്ചാല് ഈ ദൂരം ഒന്നും കൊറോണക്ക് അറിയൂല. ഒരൊറ്റ തുമ്മല് മതി ആ പരിസരം മുഴുവൻ അങ്ങോട്ട് പരക്കും. ഓരോരോ പണി കാട്ടി കൂട്ടണത്. ഓരിക്കിപ്പോ അവിടെ നിന്ന് കുത്തി കെട്ടിട്ട് ഈ ഗുജറാത്ത് നിന്ന് കുത്തി കെട്ടി ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? ഒരു ഇത്തിരി നന്മ മനസ്സിലുള്ളവനാണ് ചിങ്ങി അവനവനൊക്കെ വന്നു. അപ്പൊ എന്ത് വേണം? അടങ്ങി ഒതുങ്ങി അവിടെ ഞങ്ങട് കഴിയണ്ടേ? മരിക്കച്ച മരിക്കും. അല്ലാണ്ട് പറയണേ അസുഖമൊന്നുമില്ല. ഇരിക്കുള്ളൂ. അതെ എന്റെ പ്യാരിയേറ്റൻ കൂരിയേറ്റൻ എന്ന് പറഞ്ഞിട്ട് ഇവിടുന്നാട്ടഞ്ച് വല്ല കിഞ്ഞാരത്തിന് അറിഞ്ഞാല് കജ്ജും കല്ലും അത് തല്ലി മുറിക്കാന്. അജ് മനസ്സിലാക്കിക്കോട്ടെ. എന്റെ ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഇപ്പം മനസ്സിലാവില്ല എന്ന് എനിക്ക് വിചാരിക്കണ്ട. ആ അങ്ങനെ ഞാൻ വീണ്ടും വീണ്ടും പറയാണ് പ്യാരിയേറ്റന് അസുഖമൊന്നുമില്ല. ആരാജി അനക്ക് പിന്നെ വേണ്ട അതാ ഓനെ എന്താ ഉദ്ദേശിക്കണായി? ഓനക്ക് അസുഖം ചെയ്യാൻ എനിക്ക് അങ്ങനെ അറിയൂ. 10-28 ദിവസം കഴിഞ്ഞിട്ടാണ് പല ആൾക്കാർക്കും അസുഖം ഉണ്ടോ ഇല്ല എന്ന് തന്നെ തെളിയണത്. അപ്പൊ അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഇതുണ്ട് എന്ന് പറഞ്ഞാല് അപ്പൊ അതിന്റെ ഇടക്ക് പരിചയപ്പെട്ടവർക്കൊക്കെ കിട്ടിക്കോട്ടെ എന്നോ? അതിന് പ്യാരിയുടെ പുറത്തൊന്നും ഇറങ്ങണില്ല. പാവുണ്ട്, അത് അതിന്റെ ഉള്ളിൽ അടച്ചിരിക്കുക. എന്റെ പാവുണ്ട് എന്നുള്ള വർത്താനാണ് എനിക്ക് കേൾക്കാൻ പറ്റാത്തത്. എന്റെ ഒരു പാവുണ്ട്. പാവ അച്ഛാതി പണി കാണിക്കൂലടി. അടങ്ങി ഒതുങ്ങി ഒരു പാത്ത അവിടെ നിൽക്കണ്ടായിരുന്നു. അല്ലാണ്ട് ഇങ്ങോട്ട് ഓടി ഇങ്ങോട്ട് നാട്ടിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരികയല്ല ചെയ്യാ. ലോകത്തുള്ളവർക്കൊക്കെ അസുഖം കൊടുക്കാൻ വേണ്ടി. അപ്പൊ നിങ്ങൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കിക്കോ. ഞാൻ നോക്കും. നോക്കിക്കോ. നിങ്ങള് നോക്കാത്തൊരു കുറവ് കണ്ടാണിത്. ഒരു വകതിരിവില്ലാത്ത ഇത് എങ്ങനെയൊക്കെ പരക്കാന്ന് ആർക്കറബേ അറിയാതെ. എന്തിനൊക്കെ ഇങ്ങോട്ട് കുത്തിക്കെട്ടി ഇങ്ങോട്ട് എടുത്ത് എന്നുള്ളതാണ് ഞാനിപ്പോ ആരുടെ വീണ് ആരുടെ വീണ് ഇവിടെ ചിള്ളിച്ചെടുക്കാണ്ട് കീഞ്ഞിച്ചെടുക്കടാ എടുക്കണ നോക്കിക്കണ്ട്. അതിൽ ആരും വീണയൊന്നുമില്ല. ഇത് ഞാൻ ചൂണ്ടിടാൻ വേണ്ടി പായല് മാറുന്നതാണ്. എനിക്ക് വേറൊന്നുമില്ല. ചൂണ്ടെടുത്താ വെള്ളത്തുള്ളറോ എത്ര മീനെ കിട്ടും? ഇനി ഇത് ഇറക്കിക്കൊണ്ടിരിക്കണ അല്ല ഉണ്ണിയേട്ടാ. ഉണ്ണിയന്റെ അച്ഛൻ ക്വാറന്റൈനിലാണെന്ന് കേട്ടല്ല. അതടാ അതന്നെ ആകെ ഒരു വിഷമം. ഈ ഭൂമിയിൽ ഇപ്പൊ ഇല്ല ആകെ വിഷമം അച്ഛന്റെ കാര്യം ആലോചിച്ചിട്ടാണ്. എടാ അച്ഛന് മോനായിട്ട് ഞാനേ ഇല്ലു. അല്ല പറഞ്ഞ കാര്യമില്ല. ഈ അച്ഛനി എനക്ക് ഒരൊറ്റ അച്ഛനേ ഇല്ലു. പിന്നെ പറഞ്ഞ എന്ന് പിടിച്ച് തടിക്ക് പിടിക്കണ്ട. കാണുന്നില്ല എല്ലും കൊട്ടു പോലെ കാണുന്നില്ലേ? ഭയങ്കര വിഷമം കിട്ടാ. അല്ല അപ്പം ക്വാറന്റൈൻ നിൽക്കുന്ന അച്ഛനെ നോക്കാൻ വേണ്ടിട്ട് ഉണ്ണിയേട്ടൻ പോകും. എടാ നീ അല്ലേ ഏഴുന്നറാ വരുന്നത്? ക്വാറന്റൈനൊക്കെ ഞാൻ പോകാൻ എന്തിനാ ആ സൂക്കടെ ഇറക്കി പിടിക്കാൻ വേണ്ടിട്ടാ? മോശമില്ല ഇവൻ. അല്ല അപ്പം അച്ഛൻ ഇങ്ങനെ ഫുഡും കാര്യങ്ങളും ബാക്കി? എടാ ഇപ്പം അത് ഭക്ഷണത്തിന്റെ കാര്യം ഒന്നും പേടിക്കാനില്ല. വീട്ടിൽ എല്ലാ സർവത്ര സാധനവും കിറ്റ് എന്ന് പറഞ്ഞൊരു സാധനമില്ലേ അതിലെല്ലാം ഉണ്ടായി. പഞ്ചസാര, ചായപ്പൊടി, പറങ്കി, കൊത്തമ്പാരി എല്ലാ സാധനവും ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നോക്കിയിട്ട് നമുക്ക് സ്വന്തം ഉണ്ടാക്കാം. ടാപ്പ് ഉണ്ട്, വെള്ളമുണ്ട്, സ്റ്റൗ ഉണ്ട്, ഗ്യാസ് ഉണ്ട്, എല്ലാം ഉണ്ടാക്കി കഴിക്കാലോ. അതിന് നമ്മൾ ആവശ്യമില്ല. അച്ഛൻ ഒറ്റക്ക് മതി. അതെങ്ങനെ ശരിയോ? ക്വാറന്റൈൻ നിൽക്കുന്ന ഒരാളല്ലേ? അല്ല ചേട്ടന് പേടിയാണെങ്കിൽ കുഴപ്പമില്ല. ചേട്ടന്റെ അമ്മേനെങ്കിലും ഒന്ന് പറഞ്ഞു വിട്ടൂടെ? ഇവിടെ എന്റെ അമ്മ വീട്ടിൽ നിന്ന് ഭക്ഷണം ആക്കി അച്ഛന് കൊണ്ട് കൊടുക്കാനാ. ക്വാറന്റൈനിൽ ഇല്ല അച്ഛനി. തിരിച്ച് എന്റെ വീട്ടിലേക്കല്ലേ വരേണ്ടത്. അതിനിപ്പോ എന്ത്? പിന്നെ എന്റെ ഭാര്യക്കാവും. ഈ അമ്മയും ഭാര്യയും എത്തിട്ട് എപ്പോഴും ചറവറാ വർത്താനം പറയും. തുപ്പൽ അങ്ങോട്ട് ധരിക്കും. അപ്പൊ ഭാര്യക്ക് വരും, ഭാര്യക്കൊന്ന മക്കൾക്ക് വരും, മക്കൾക്ക് വന്നാൽ എനക്ക് വരും, എനക്കൊന്ന് അപ്പുറത്തെ വീട്ടിലെ സരളക്കും വരും. അടാ സരളടാ, അപ്പുറത്തെ വീട്ടിലെ ഒരു കുഞ്ഞി പൂച്ചയുണ്ട്. ആ പൂച്ചക്ക് വന്ന സർവത്ര നാട്ടുകാർക്ക് വരും. കാരണം ഈ മീനിന്റെ അടുത്തല്ലേ ഇത് പോവും. അല്ല ഈ പൂച്ചക്കൊക്കെ വരും? പൂച്ചക്ക് വരില്ലേ? വരും. എലിക്ക് വരില്ലേ? ഇല്ലേ? വരും. അങ്ങനെ വരും 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 വരും. ഒറ്റ മിനിറ്റടാ. ഒരാവശ്യത്തിന് എന്തെങ്കിലും വർത്താനം പറയുമ്പോ ഫോൺ വിളിക്കും അച്ഛൻ. ഹലോ. ഹലോ
ഹലോ ഹലോ. ആ കേൾക്കുന്നില്ല അച്ഛാ, കേൾക്കുന്നില്ല. എങ്ങനെ കേൾക്കൂല? ഞാനേ 1-2 മണിക്കൂറുടെ ഒരു കുന്നിന്റെ മീറ്റേറ്റം കേറിയിട്ട് വിളിക്കാം. കേൾക്കൂല, ഇവിടുന്ന് റേഞ്ച് ഇല്ല അച്ഛാ. എനക്ക് തോന്നുന്നു അച്ഛന് റേഞ്ച് ഇല്ലാന്ന്. ആടെയും റേഞ്ച് ഇല്ല, ഇടിയും റേഞ്ച് ഇല്ല. രണ്ടിട്ട് റേഞ്ച് ഇല്ലാക്കുമ്പോ നമുക്ക് എന്ത് വർത്താനം പറഞ്ഞാൽ കേൾക്കൂല. ഇന്ന് എന്ത് പറഞ്ഞു എനിക്ക് കാര്യമില്ല, എനിക്ക് കിട്ടുന്നില്ല. ഇല്ല ഇല്ല, എനക്ക് കേൾക്കുന്നില്ല. ശരി, ആ ഇതെന്നെ പ്രശ്നം. വിളിച്ചു കൊടുക്കാൻ ആവശ്യമുണ്ടാവില്ല. എന്ത് ആവശ്യം? ഉണ്ണിയേട്ടാ എന്തെങ്കിലും ആവശ്യമായിരിക്കും, ഒന്ന് ചെന്ന് നോക്ക്. അതെയാ? ആ അപ്പൊ നീ ഇവിടെ വെറുതെ ഇല്ലേന്ന്? ഞാൻ ഇത് വൃത്തിയായിക്കൊണ്ടിരിക്കും. അപ്പോ നീ പോയിട്ട് നോക്ക്. ഞാൻ എന്ത് നോക്കണം? എന്റെ അച്ഛനല്ലല്ലോ, ഉണ്ണിയേട്ടൻ്റെ അച്ഛനല്ലേ, നോക്കിയാ മതി. മോശമില്ല ഇവൻ. നീ ഇത് ചിള്ളിക്കൊണ്ടും വാദിക്കൊണ്ടെല്ലാം ഇവിടെ നിൽക്ക്. എല്ലോ എന്തൊക്കെ ചെയ്യും. നിങ്ങളിങ്ങനെ ആലോചിച്ചിരിക്കാണ്ട് ഒരു അഭിപ്രായം പറയണ്ടേ മെമ്പറെ? അല്ലാന്ന് ഇതിലിപ്പോ ഞാൻ എന്താ അഭിപ്രായം പറയണ്ടത്? നിങ്ങളല്ലാണ്ട് പിന്നെ ആരെയും അഭിപ്രായം പറയാ. നമ്മളെ വാർഡില് ക്വാറന്റൈനിൽ കിടക്കുന്ന 2 ആൾക്കാർ, ഇവരെ 2 ആളെയും നാട്ടി ഓടിക്കണം എന്നാണ് ഇപ്പൊ ഇവര് പറയണത്. അത് മാണോ മാണ്ടിയോ? അതൊന്നും നടക്കില്ല. അവര് നമ്മുടെ നാട്ടുകാരല്ലേ. ഇത്രേ ഉള്ളൂ. ഈ മെമ്പർ ചില സമയം വിവരമില്ലാതെ മൊയ്ത് സംസാരിക്കുമ്പോൾ സംസാരിക്കില്ല. അത് ശരി, ഉള്ള കാര്യം പറയുമ്പോ ഇവരെ കിടന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യം പറഞ്ഞ നിങ്ങളോട്, ഇതിപ്പോ നടക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഒരു വണ്ടി വിളിച്ചിട്ട് ഓരോ ഇവിടുന്ന് കൊണ്ടായി കളി. അതപ്പൊ പറയാം. നിങ്ങൾ എന്ത് തമാശയാക്കണം? നിങ്ങളുള്ള കാര്യം പറയാൻ നോക്കി. അപ്പൊ കാര്യം എന്നാടോ ചങ്ങായി പറഞ്ഞേ? ഈ സുഗതനും പ്യാരും അവിടെ കിടക്കണേ. ഇങ്ങക്ക് എന്തിനും ഞാൻ പറഞ്ഞ അങ്ങോട്ട് മാറാ. സഹിക്കണത് ഞങ്ങളാണ്. അല്ല കോയ, ഇപ്പൊ ഈ പ്യാരിയും സുഗതനും ശരിക്കും ഈ അടച്ചിട്ട റൂമിനകത്ത് തന്നെയാണല്ലോ ഇരിക്കണത്. പിന്നെ എന്താണ് അതിനകത്തൊരു പ്രശ്നം? ഏടോ ചെങ്ങായി, ഞാൻ ഒരു ദിവസം എന്റെ വീടിന്റെ ജനലൊന്നും അങ്ങോട്ട് തുറന്നപ്പോ പ്യാരി അവന്റെ വീടിന്റെ ജനൽ ഇങ്ങോട്ട് തുറന്നു ഇങ്ങോട്ട് നോക്കുക. അതെന്താ? അതിനെന്താന്നോ, ഏടോ ഒരു തുമ്മൽ അങ്ങോട്ട് തുമ്പി ഒരു കാറ്റും വന്ന് തീർന്നില്ല എന്റെ പണി. ഏയ്, അതിന് നിങ്ങളുടെ വീടും അയാളുടെ വീടും തമ്മിൽ ഒരുപാട് ദൂരല്ലേ? എത്ര ദൂരമുണ്ട്? എന്റെ മെമ്പറെ, ഞാനൊരു കാര്യം പറയാം. ഈ പ്യാരിജാതം വന്നേക്കുന്നത് അന്യ സംസ്ഥാനത്തു നിന്നാണ് അല്ലേ? പിന്നെ അന്യ സംസ്ഥാനത്തുള്ള അണുക്കൾക്ക് നമ്മുടെ കേരളത്തിൽ വന്ന അണുക്കളെക്കാളും വീര്യം കൂടുതലാണ്. അങ്ങനെ പറഞ്ഞു കൊടുത്തു. വിവരക്കേടിന്റെ ഹെഡ് ഓഫീസാണ് പോയി. എന്ത് വിവരക്കേടുന്നാടോ ചങ്ങായി പറഞ്ഞത്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ചൈനയില് കിടക്കണ സാധനം പറഞ്ഞ നേരം കൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് എത്താച്ചാ പിന്നെ പ്യാരിനോർന്ന് എന്റെ വീട്ടിലേക്ക് എത്താൻ അപ്പത്ര വലിയ താമസം? അതെ, എന്താ പറയണേ? പോയക്ക ഇതിപ്പോ ഗവേഷകർ അന്വേഷിച്ചപ്പോ പ്രകാശത്തിനേക്കാളും വേഗത കൂടുതലാണ് ഈ സാധനത്തിന്. ഏത് പ്രകാശന്? വെളിച്ചം. വെളിച്ചത്തിന് എവിടെ വേഗത? ശാസ്ത്ര അറിഞ്ഞ് വിഡ്ഢിത്തരം പറയുന്നത്. അതെ കോയക, ഇപ്പൊ അവർക്ക് അസുഖമില്ലല്ലോ. അവരിപ്പോ അടച്ചിട്ടിട്ടുള്ള ഒരു റൂമിനകത്താണ് ഇരിക്കുന്നത്. ക്വാറന്റൈനിലാണ്. അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. സുഖം വരാലോ. വരുമ്പോഴല്ലേ. വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റൂല. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മന്മത, അനക്കാണ് ഇപ്പൊ ഈ അസുഖം വന്നു വിചാരിക്കുക. അന്നപ്പം നാട്ടിൽ നിന്ന് ഞങ്ങളായിട്ട് ആട്ടി ഓടിക്കുക. ഈ മൊയ്തക്ക് ഇത് എന്താണ് പറയുന്നത്? ഇന്ത്യയിലെ കാര്യം സംസാരിക്കുമ്പോൾ നിങ്ങൾ യുഗാണ്ടയിലെ കാര്യം സംസാരിക്കരുത്. അല്ല, ഉള്ള കാര്യമാണ് ചോദിക്കണത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഈ ക്വാറന്റൈനിൽ ഇരിക്കുന്ന സുഗതനെയും പ്യാരിജാതനെയും നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് മാറ്റി താമസിപ്പിക്കണമെന്ന് താല്പര്യമുള്ള ആളുകൾ എത്ര ഉണ്ടാവും? ഈ പഞ്ചായത്തിലുള്ള ആൾക്കാർ മുഴുവനും. അതെങ്ങനെ ഉണ്ടാവില്ല? ആ എതിർപ്പുള്ള ആൾക്കാരുണ്ടല്ലോ. അണ്ട് ഇതായിരിക്കണു. ഈ ഒരാൾക്ക് തന്നെ എതിർപ്പുള്ളൂ, അല്ലാണ്ട് ആരാണ്? വിവരമുള്ളവർക്കൊക്കെ ഉണ്ടാവും എതിർപ്പ്. അല്ല 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 അതിനകത്ത് വേറെ വിഷയമുണ്ട് പോയതോ. ഇല്ലേ? അതായത് ഇപ്പൊ ഒരു പഞ്ചായത്തില് ഭൂരിപക്ഷം ആളുകൾ എങ്ങനെയാണ് നിൽക്കുന്നത് വെച്ചാൽ അതിന്റെ കൂടെ നിൽക്കാനേ ഒരു മെമ്പർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറ്റുള്ളൂ. മെമ്പർ പറഞ്ഞത് ഞാൻ. അതാണ് എന്റെ ശരി. അല്ലേ? അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാൻ പോയാക്കാം. നാളെ മീറ്റിംഗ് ഉണ്ട് പഞ്ചായത്തിൽ. ഞാൻ ആ മീറ്റിംഗില് നമ്മുടെ ഈ വിഷയം ഒന്ന് അവതരിപ്പിക്കട്ടെ. എന്നിട്ട് ഞങ്ങളൊന്ന് ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനത്തിലെത്താം. വേഗം എത്തണം. പിന്നെ മെമ്പർ ഒരു കാര്യം മറക്കണ്ട, ഇലക്ഷൻ സമയത്ത് ഈ പ്യാരിജാതനും സുഗതനും ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങളൊക്കെ അപ്പൊ അവരൊന്നും വോട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ജയിക്കുമല്ലോ. ഞാൻ പറഞ്ഞാണ് ഇതൊക്കെ ആലോചിക്കണല്ലാണ് ഭൂരിപക്ഷത്തിന്റെ കൂടെ മെമ്പർ നിൽക്കുക. അതെ 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 അതെ. അപ്പൊ അതൊരു കാര്യം ചെയ്യാം, നിങ്ങൾ വിട്ടോളി. എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു മീറ്റിംഗ് ഉണ്ട്, ഒരു ഓൺലൈൻ മീറ്റിംഗ് ആണ്. എന്താ വിഷയം? കൊറോണയും മനുഷ്യത്വം. നല്ല വിഷയം. മനുഷ്യന്റെ ഒപ്പം എത്തി കൊറോണ. മനസ്സിലാക്കി. ശരി ശരി. അപ്പൊ എന്നാ ശരി. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പഴേ മറക്കണ്ട, അതില്ല ഭൂരിപക്ഷം ഓ അതിന്റെ ഒപ്പം നിന്നാണ്. കൂടണ്ടല്ലോ. കെട്ട ജാതികള്.
എന്താ ഇപ്പം കയ്യും കാലിട്ട് കാണിക്കണേ? ആരോടാ പറയണത്? ഒരു സാധനം ഇതാണ് കളിയില്ലേ? സൂറാ സൂറാ ഇതെവിടെയാണ്? അടുക്കളയില്. അടുക്കളയിൽ എനിക്ക് എന്താ പണി? ട്രാഫിക് പോലീസിന്റെ പണി എനിക്ക്. ഇതെന്താ കയ്യും കാലും കൊണ്ട് കാണിക്കണേ? കേറി പോണി വെച്ചാലേ അവിടുന്ന് ഓരോ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. അങ്കിടെ അടുത്തേക്ക് പോണോ ചങ്ങാതി? വെറുതെ നാട്ടുകാർക്കൊക്കെ രോഗം വരുത്താൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം? കൈകാലും അകത്ത് കയറി പോണം. ഓരോരോ പണി കാണിച്ചോണ്ട് വന്നിട്ടേ കേറി പോണാ. ആ ഗുജറാത്തിൽ നിൽക്കുമ്പോ ഒരു സമാധാനം ഉണ്ടാകുന്നത് ബാക്കിയുള്ളൊരു സമാധാനം കളഞ്ഞു വെച്ചാല്. അന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ല ഇജ്ജാതി പണിക്ക് കരുതെന്ന്. അത് ചൂടാറി. ചൂടുവെള്ളല്ലേ കുടിക്കാൻ പാടുള്ളൂ. ചൂടാക്കി തരാനും ഒരാളുമില്ല. എത്ര ദിവസമായി ആൾക്കാരൊക്കെ നേരിട്ട് കണ്ടിട്ട്. ഈ ക്വാറന്റൈൻ പറഞ്ഞ എത്രയും ബുദ്ധിമുട്ടുള്ള കാര്യം അത് ഞാൻ അറിഞ്ഞില്ല. ഞാനും കാണേണ്ട ഒറ്റയ്ക്ക് ഇരുന്നിരുന്ന് ഭ്രാന്ത് പിടിച്ച് ചാവുന്നതാണ്. കട്ട് ചെയ്തു. എടുക്കണില്ല. വേണ്ടേ? അവൾക്കും വേണ്ട. അപ്പോ 10-40 കൊല്ലം കൂടെ ജീവിച്ചതാ. എന്തിനേതിനും ഞാൻ വേണം. അപ്പൊ അവൾക്ക് എന്നെ കണ്ടുകൂടാ. കാലം പോണൊരു പോക്കെ. ഓ എന്തായാലും മാസ്ക് എടുത്ത് നന്നായി. അതുകൊണ്ട് തല നനഞ്ഞില്ല കേട്ടോ. ഇവിടെ ഉണ്ടാവില്ല. നമ്മളിങ്ങനെ അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല. വിവരമുള്ള ഒരാൾ പറയുമ്പോ അത് മനസ്സിലാക്കാനാണ്. വരട്ടെ വരട്ടെ. ആരാ? എന്താ എല്ലാരും ഉണ്ടല്ലോ? എന്താ കാര്യം? നിങ്ങൾ വിവരമൊന്നും അറിഞ്ഞില്ല എന്നാ തോന്നുന്നത്. എന്ത് വിവരം? നമ്മളാ സുഗതം മയ്യത്തയക്കുന്നു. സുഗതം നമ്മുടെ കോവിഡ്. നമ്മുടെ ഉണ്ണിയുടെ അച്ഛൻ പഞ്ചായത്ത് ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതപ്പൊ ഞാൻ വേറെ കൂട്ടി ഇങ്ങോട്ട് പോന്നെ. ആ പറഞ്ഞു കൊടുത്തു. അല്ല വേറൊന്നല്ല. ഇപ്പൊ സംഗതി ആള് കോവിഡ് ഒന്ന് മരണപ്പെട്ടു. ആ മരണപ്പെട്ട ആളിനെ ഇവിടുത്തെ പൊതു ശ്മശാനത്തിൽ കൊണ്ടുവന്നിട്ട് ദയിപ്പിക്കണം എന്നാണ് ഇപ്പൊ അവരുടെ കുടുംബക്കാരുടെ അഭിപ്രായം. എന്താ നിങ്ങളുടെ അഭിപ്രായം? അതിലിപ്പോ തെറ്റൊന്നുമില്ലല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട് ഇത്? ഈറ്റക്ക് പറഞ്ഞാ മനസ്സിലാവേണ്ട മെമ്പർ എങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഏടോ ചെങ്ങായി മൂപ്പര് ആലോചിക്കാണ്ടും കണ്ടു പറഞ്ഞു. നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ചിട്ട് പറയും മെമ്പറെ. അല്ല കോയ, അതിപ്പോ ഒരാള് മരിച്ചു കഴിഞ്ഞാല് പൊതുശ്മശാനത്തിൽ കൊണ്ടുപോയിട്ട് ദഹിപ്പിക്കണം എന്നാണ് വീട്ടുകാർക്ക് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് എന്താ കുഴപ്പം? അത് അവരുടെ അവകാശമല്ലേ? അല്ല അങ്ങനെ ഇപ്പൊ സാധാരണമാരല്ലോ. കോവിഡ് വന്നിട്ടാണ് ആള് മരിച്ചേക്കണത് നമുക്കൊക്കെ അറിയണ കാര്യമാണ്. അങ്ങനെ ഒരു ചെങ്ങായിനെ പൊതു ശ്മശാനത്തിൽ കൊണ്ടിട്ട് അങ്ങോട്ട് ദഹിപ്പിച്ചാല് ദഹിപ്പിക്കാന്ന് പറഞ്ഞപ്പോ ഇത് കത്തിക്കൽ തന്നെയാണല്ലോ. അതിങ്ങനെ ദഹിപ്പിക്കുമ്പോ അതിന്റെ മറ്റേതൊന്ന് വരുന്ന അതിന്റെ സയൻസ് ഒന്ന് പറഞ്ഞു കൊടുക്കും. അതായത് മെമ്പറെ, ഈ കോവിഡ് വന്ന് മരിച്ച ആളിനെ നമ്മൾ ഇതുകൊണ്ട് ദയിപ്പിച്ച് കഴിയുമ്പോ അയാളുടെ ശരീരത്തിലുള്ള അണുക്കള് അന്തരീക്ഷത്തിലൂടെ നമ്മളെ സാധാരണ ജനങ്ങളുടെ എല്ലാ മൂക്കിലേക്ക് കയറി എല്ലാരും രോഗികളാവൂലേ? വിഡ്ഢിത്തരല്ലേ? അത് വിഡ്ഢിത്തരാണ്. മൂക്കിൽ കയറിനെ കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. ഇത് കത്തിച്ചു കഴിഞ്ഞ എന്താണ് പ്രശ്നം? അവിടെയാണ് പ്രശ്നം. പറഞ്ഞു കൊടുക്കേ. മുമ്പ് നമ്മള് ഫാക്ടറിയിൽ നിന്ന് വിഷപ്പൊക്കെ വരണമെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാരും സമരം ചെയ്തു. മെമ്പർ നമ്മളെല്ലാരും വിഷമുണ്ടല്ലോ പോയി അല്ലേ? ഇപ്പൊ ഇവര് പറഞ്ഞ ദഹിപ്പിക്കട്ടാണ്. വേറൊരു കൂട്ടര് പറഞ്ഞത് കുഴിച്ചിടണം. കുഴിച്ചിടാനും സമ്മതിക്കില്ലെന്നാ. കുഴിച്ചിട്ട് കഴിഞ്ഞാൽ എന്താ മണ്ണിന്റെ അടിയിൽ കൂടെ ഈ അണുക്കൾ പൊന്തി വരുന്ന പറയും. എന്താ ഇതിനൊക്കെ പറയാ? പിന്നെ മയ്യത്ത് എന്താ കാട്ടുക? എന്റെ മൊയ്തു കുഴിച്ചിട്ടാ വലിയ ദോഷമുണ്ട്. അറിവ് വിവരമുള്ളത് പറയണതൊന്നും മനസ്സിലാക്ക്. ഈ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഈ വൃക്ഷങ്ങളുടെയും ചെടികളുടെയും വേരി കൂടെ ഇതങ്ങോട്ട് കയറും അണുക്കള്. അത് വരുന്ന പഴത്തിലും പച്ചക്കറിയിലും ഒക്കെ ഇത് പടരൂലേ അണുക്കള്. വിവരക്കേടാണ് മെമ്പറെ പറയുന്നത്. നിങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കി വിവരമുള്ള ഒരാളല്ലേ നിങ്ങള്? ഏടോ ഇത് ഇങ്ങനെ തൊട്ട പകരുന്ന സാധനം അല്ലേ?
അപ്പൊ അതിന്റെ ഒരു ബാക്കി എന്താ ബാക്ടീരിയ. അതിന്റെ കൈ ഉണ്ടാവില്ല എന്നാ പറഞ്ഞത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോ ആളുകളൊക്കെ ഇപ്പൊ അത് അറിഞ്ഞു വന്നോ? എല്ലാരും അറിഞ്ഞിരിക്കണം. എല്ലാവരും അറിഞ്ഞേക്കണല്ലോ. എന്നിട്ട് ഇപ്പൊ എന്തെങ്കിലും ആളുകൾ എന്താണ് പറയണത്? ആൾക്കാര് ദഹിപ്പിക്കാൻ പറ്റില്ല എന്ന് തന്നെ. ദഹിപ്പിക്കാൻ പറ്റില്ല എന്നാ ഇപ്പൊ എല്ലാവർക്കും അറിയണല്ലോ. എന്തിനാ ഇപ്പൊ പ്രത്യേകം പറയാള്? ദഹിപ്പിക്കാൻ അതിന്റെ സയൻസ്, അതിന്റെ കൃത്യമായിട്ട് ആ വിവരം സയൻസ് ഒക്കെ അവിടെ നിൽക്ക്. ദഹിപ്പിക്കാനും പറ്റില്ല, കുഴിച്ചിടാനും പറ്റില്ല. പിന്നെ ഇത് എന്താ കാട്ടാന്ന് പറഞ്ഞു നിങ്ങളെ വീട്ടിൽ കൊണ്ടുവയ്ക്കും. വെറുതെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ബോഡി ദഹിപ്പിക്കണം എന്ന് അഭിപ്രായമുള്ള ഒരു പാരക്കുണ്ട്. അത് വിവരമില്ലാത്ത ഒന്നോ രണ്ടോ ആൾക്കാരുണ്ട് ആ കൂട്ടത്തിൽ ലഭ്യനുണ്ട്. അപ്പൊ ഭൂരിപക്ഷത്തിന് ദഹിപ്പിക്കേണ്ടതാണ്. ആണല്ലോ വിവരം വിഭവമുള്ള ആൾക്കാരെ സമ്മതിക്കുവോ? മെമ്പറെ, ഞാൻ ഒരു കാര്യം ഞാൻ പറയണുള്ളൂ. തേപ്പിക്കണ്ടെന്ന് ഇപ്പൊ ഒരു പറയുന്നത്, പൂച്ചിടണ്ടെന്ന് വേറെ കൂട്ടരും പറയുന്നത്. പിന്നെ അത് എന്ത് കാട്ടുന്നാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. നിങ്ങൾ വേറെ കൂടെ കൂടരുത്. അല്ലല്ല, അപ്പൊ കൂടുതൽ ആളുകൾ എന്താണ് പറയുന്നതെങ്കിൽ അതിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്, അല്ലേ? അപ്പോഴാണ് മെമ്പർ ആവുക. അതെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ കോളേജിന്റെ ആ ഭാഗത്തേക്ക് പോവാ. എന്നിട്ട് സ്ത്രീകളോട് എല്ലാവരോടും കൂടെ ഇറങ്ങി വരാൻ വേണ്ടി പറയാ, റോട്ടിൽ നേരത്തെ അങ്ങോട്ട് എടുക്കുക, സമരം ചെയ്യാം. പെണ്ണുങ്ങൾ മുഴുവനോ? അല്ലാതെ ഈ സോഷ്യൽ ഡിസ്റ്റൻസ് വേണമെന്നൊക്കെ പറയുന്ന ആളുകളല്ലേ? എന്റെ പൊന്നും മൊയ്തോ, നമ്മുടെ പഞ്ചായത്തിൽ ഇതേപോലെ വിവരമുള്ള എത്രയോ ആളുകളുണ്ട്. ഇനി ഇല്ലാത്ത ആളുകളോട് ഞാൻ പറഞ്ഞ അവര് കേൾക്കൂലേ? അപ്പൊ ഒരു കാര്യം ചെയ്തോ, നമുക്ക് നേരാണ് പോവാ. ആയിക്കോട്ടെ. അപ്പൊ എന്താ തീരുമാനം? പറ്റില്ല. എന്ത് പറ്റില്ല അത് പറയും. സംസ്കാരം പറ്റില്ല. സംസ്കാരം ഇല്ലാണ്ട് എങ്ങനെയാണ്? ഒരു സംസ്കാരമൊക്കെ വേണ്ട. ആ സംസ്കാരം അല്ല, ശവസംസ്കാരം. പറ്റില്ല. വിളിക്കണ്ട. നിങ്ങൾ വിളിച്ചോളെ, അത് ശരിയാവും. പറ്റില്ല. സംസ്കാരം പറ്റില്ല. സംസ്കാരം പറ്റില്ല. പറ്റില്ല.